ഈ സഹോദരൻ്റെ കരച്ചിൽ കേട്ടാൽ സഹിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുള്ള ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരിടത്തിൽ തൻ്റേതായ ഒരു രീതിയിൽ ജീവിക്കണം, മറ്റുള്ള ആളുകളോട് ഒരു ദ്രോഹവും ചെയ്യാതെ തനിക്ക് കിട്ടിയ ജോലി അതെന്താണോ അത് ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ഉമ്മയും ഉപ്പയും ആരുമില്ല, അനാഥനാണ്. 17 വർഷങ്ങളായി ഒരു കുടിലാണ് വാടകയ്ക്ക് താമസിച്ചു പോകുന്നത്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. 1-2 വായകളല്ല, 2500 വായകളോളാണ് ഈ ഒരു കാറ്റും മഴയും കാരണം ആ സഹോദരന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയത്. പറ്റത്തില്ല, ഇതെല്ലാം പോയി. എനിക്ക് തന്നെ ഒന്നുമില്ല, ഒരു വക ഇല്ലാതായി. ഉമ്മ ഇല്ല, വാപ്പ ഇല്ല, എന്റെ ഈ സങ്കടം കാണാൻ ആരുമില്ല, ഈ ദുനിയാവിൽ ആരുമില്ല. ഞാൻ 10-17 വർഷം കൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഇത് വാടകയ്ക്കാണ്, എല്ലാം വാടകയ്ക്കാണ്. എനിക്ക് കിടക്കട ഒന്നുമില്ല. എൻ്റെ എല്ലാം പോയി. എനിക്ക് ഉമ്മായും വാപ്പായും പോലും ഇല്ല. എൻ്റെ എല്ലാം നശിച്ചു പോയി. ഇനിയിപ്പം പലിശയ്ക്കും പാട്ടത്തിനും എല്ലാം എടുത്താണ് ഞാൻ ചെയ്തത്. ഓണത്തിന് വിളവ് കിട്ടാൻ വേണ്ടി നട്ടതാണ്. മൊത്തവും ഞാൻ നല്ല രീതിക്കാണ് ഞാൻ വെള്ളം അടിച്ച് എല്ലാം ചെയ്തു വന്നത്. എല്ലാം പോയ കൊണ്ട് എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എൻ്റെ കൂട്ടുകാരുള്ള കൊണ്ട് ഞാൻ ഇപ്പം നിലനിന്ന് പോകണം. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയേനെ. ആ പരുവത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഞാൻ. എന്നെ കൂടെ ഇപ്പം ജീവിക്കണമെന്ന് തന്നെ എനിക്കില്ല. ഇനി എനിക്ക് മുന്നോട്ടൊരു കൃഷി ചെയ്യാൻ പോലും ഒരു നിവർത്തിയില്ല. മൊത്തവും ഞാൻ പാട്ടവും പലിശയ്ക്ക് റോളും എല്ലാം എടുത്താണ് ഞാൻ ചെയ്തത്. രായും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതാണ്. രാത്രി 12 മണി 1 മണി ആയാലും എൻ്റെ ജോലി തീരുമില്ല. രാത്രിയൊക്കെ ഞാൻ വെള്ളം അടിക്കണത് തന്നെ. മറ്റുള്ള ആളുകളോട് ഒരു ദ്രോഹം ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തി അല്ലേ, ആ ഒരു വ്യക്തിക്കാണ് ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നമ്മളിൽ പലരും ഇപ്പോൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആത്മഹത്യയുടെ ഒരു വക്കിലാണ് ആ ഒരു സഹോദരൻ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അവിടുത്തെ എന്താ പറയുക, അവരുടെ കൂട്ടുകാരന്മാർ, ആ ഒരു സഹോദരൻ്റെ കൂട്ടുകാരന്മാർ രാവും പകലില്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണോണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും ജീവനോടെ ഈ ഭൂമിയിൽ നിലനിർത്താൻ പറ്റിയത് എന്നാണ് ആ കൂട്ടുകാരന്മാർ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജീവനെ നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താൻ കഴിയും. അത്രയും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല തിരിച്ചെടുക്കാനെന്ന് പറയുന്നത്. മരണം അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല മുന്നിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വെള്ളം വന്നാൽ പോലും ഇതിൻ്റെ അകത്തുകൂടെയാണ് വെള്ളം ഒഴുകി പോകണം. ആ കണ്ടീഷനിലാണ് കിടക്കുന്നത്. മഴ പെയ്യപ്പോൾ ഞാൻ ഈ തട്ടോടി കിടക്കും, വെള്ളം ഇതിൻ്റെ അകത്തുകൂടെയാണ് അടിച്ച് കയറി പോണത്. ഞാൻ 17 വർഷം കൊണ്ട് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. സ്വന്തമായിട്ട് ഒരു വകയില്ല, ഒന്നുമില്ല, ഒരു വകയില്ല, വീടില്ല, ഒന്നുമില്ല. എല്ലാം ഇത് തന്നെയാണ് എൻ്റെ കിടക്കാടം. ഉമ്മായും പാപ്പായൊക്കെ മരിച്ചുപോയി. ഉമ്മായും പാപ്പായ ഉണ്ടായതിൽ പോലും എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. എനിക്ക് 2005 വാഴ നട്ട് ഈ വർഷം എവിടെയെങ്കിലും കയറി 2 സെന്റ് മേടിക്കണം. അതുപോലും കാറ്റും മഴയും വന്നാൽ അത് പോയി. 1 മാസത്തോടെ കഴിഞ്ഞാൽ കൊല കെട്ടാറായ വാഴകളാണ് മൊത്തം ഒടിച്ചു പോയത്. ഒരു 35 സെന്റിൽ പയറും പാവയ്ക്കും ഇട്ട് അത് മൊത്തം പോയി. ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുന്നവർ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് സഹായിക്കാം. നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് കൊടുത്താൽ മതി. ഇന്ന സംഖ്യ ഒന്നൊന്നുമില്ല, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് തന്നെ അറിയാം 34 കോടി എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ശേഖരിച്ചത് അതെല്ലാവരും കൂടിയിട്ട് കുറേശ്ശെ കൊടുത്തതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടിയിട്ട് അത്രയും ഒരു പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഒരു ജീവനല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അങ്ങനെ കുറേശ്ശെ കൊടുത്താൽ മതി അല്ലേ. അപ്പം എല്ലാവരും പരമാവധി ഒന്ന് സഹായിക്കുക.